ഓ ഇന്ന് 1-ാം തീയതിയാണല്ലേ. ഓ പാലുകാരനും പേപ്പറുകാരനൊക്കെ ഇപ്പോൾ വരും രാവിലെ തന്നെ. പൈസ താന്ന് പറഞ്ഞുകൊണ്ട്. ഷോ 1-ാം തീയതി ആകുമ്പോൾ ടെൻഷനാണ് എനിക്ക്. ഈ മനുഷ്യൻ രാവിലെ തന്നെ എഴുന്നിട്ട് പേപ്പർ വായിക്കാൻ ഇരുന്നിട്ട് കഴിഞ്ഞില്ലേ പേപ്പർ വായന. എന്തിട്ടാണ് വായന മാത്രം ഈ പേപ്പറിൽ വെച്ചേക്കണത്. എല്ലാ പണി രാവിലെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരു കൈ സഹായത്തിന് മക്കളും വരില്ല, അച്ഛനും വരില്ല. അടുക്കള പണി മൊത്തം പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞേക്കുന്നല്ല, അമ്മമാർക്ക് മാത്രം. എന്റെ കുട്ടി ഓ ഞാനും വിചാരിച്ച് വിളിയാ കണ്ട. ഇപ്പൊ എന്താ വിളിയൊന്നും ഇല്ലാത്തേന്ന്. ദേ വരുന്നു മനുഷ്യ. നേരം വെളുത്ത് എപ്പോ എഴുന്നിട്ട് പോയതാ? ഇത്ര നേരിട്ടൊന്നും വിളിച്ചില്ല. കട്ടൻ ചായ ഒന്നും വേണ്ട ഇന്ന്. എന്തോ ഒരു വല്ലായിക. എന്തൊന്നും അറിയില്ല. പത്രം വായിച്ചോണ്ടിരുന്ന നെഞ്ചിനൊരു കുളത്തിപ്പിടുത്തം. ഒരു ഗ്ലാസ് വെള്ളം നിർത്തേ. ഈ മുന്തിരി കഴിച്ചിട്ട് എത്ര ദിവസമായി? ഒരെണ്ണം എടുത്ത് കഴിക്കൂല. എന്നെ ഓടി ഇങ്ങോട്ട് വന്നേ. തുടങ്ങി മനുഷ്യൻ. തന്നെ നിങ്ങൾ പോകുന്നല്ലേ ഉള്ളൂ. എന്നെ കുട്ടിയെ ഒന്നിങ്ങോട്ട് വാടി. എന്താ മനുഷ്യ എന്തിനീ കിടന്ന് ഒച്ചെടുക്കണേ? അയ്യോടെ എന്നെ ഇത് നെഞ്ചിനൊരു വിഷമം. ഡോക്ടർ വിളിക്കണേ, എനിക്ക് പേടിയാണ്ടി. അയ്യോ എന്റെ കർത്താവേ, എനിക്ക് എന്തിട്ട് പറയണ? എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. മക്കളെ എടി ഇങ്ങോട്ട് വന്നേടി. അയ്യോ 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 ചേട്ടാ, എടി മക്കളെ ഇങ്ങോട്ട് വന്നേടി. അപ്പച്ചന് വയ്യാന്ന്. നമുക്ക് ആശുപത്രി പോവാ ചേട്ടാ. നല്ല വേദന എടുക്കണുണ്ടാ? എന്റെ കർത്താവേ, ഞാൻ എന്ത് വേണം? ഇന്ന് ഏപ്രിൽ 1 നിങ്ങളുടെ ഏപ്രിൽ ഫൂള്. ഇങ്ങനെയാണ് ഏപ്രിൽ ഫൂള് കാണിക്കണേ? മനുഷ്യനെ കുറച്ചു നേരം എത്ര ടെൻഷൻ അടിച്ചെന്നറിയാമോ നിങ്ങക്ക്? മനുഷ്യൻ ഭ്രാന്ത് പിടിപ്പിക്കരുതിട്ടാ. ഏപ്രിൽ ഫൂള് പോ അവിടുന്ന്. കർത്താവേ, നിങ്ങളുടെ ഒരു ഏപ്രിൽ ഫൂള് ഇപ്പൊ ശരിയാക്കി തരാട്ടാ. എന്താ എന്നെ നീ എന്തിനാടി നോക്കി നിക്കണേ? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ നെഞ്ച് വലിഞ്ഞ് മുറുകണടി. വെള്ളല്ലേ ഇപ്പൊ കൊണ്ടുവരാട്ടാ. ഭയങ്കര നെഞ്ചാണ് എടുക്കണ്ട. ഡോക്ടറെ അടുത്ത് പോണോ? ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോകാം. വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. കുറച്ചു നേരം അവിടെ തിരുമ്മിക്കൊണ്ടിരിക്കട്ടാ. ഇപ്പൊ വരാട്ടാ. നെഞ്ച് വേദന. എന്റെ കർത്താവേ, ഇവളെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നെഞ്ചുവേദനയാണ് അത്ര. നെഞ്ചുവേദന കഴിഞ്ഞ കൊല്ലം എന്നെ പറ്റിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇന്ന് ഏപ്രിൽ ഫൂളാണല്ലോ, അപ്പൊ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. വെള്ളപ്പ് കൊണ്ടുതരാട്ടാ.
അവിടേക്ക് കുറച്ചേരം എന്നെ ഫൂളാക്കാൻ നോക്കണ്ട. അന്നെ ഡി എന്നെ അന്നെ അന്നെ ആ ഏപ്രിൽ ഫുള്ളാക്കാൻ നിൽക്കണ ആള് ഇതൊരു മിണ്ടിയില്ലല്ലോ എന്നോട്. പറ്റിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോ പോയിട്ടുണ്ട് മിണ്ടാണ്ട്. കഴിഞ്ഞ കൊല്ലം മനുഷ്യനെ പേടിപ്പിച്ച പറഞ്ഞ മനുഷ്യൻ. പാവം ഉള്ള ചായ കൊണ്ട് കൊടുക്കട്ടെ. പാവനെ പറ്റിക്കാൻ വേണ്ടി കിഴങ്ങ് ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു നല്ല കട്ടൻ ചായ കൊടുത്തിട്ട് ആ ക്ഷീണങ്ങൾ മാറ്റിക്കാൻ. ചേട്ടാ കട്ടൻ ചായ വേണ്ടേ? ആഹാ നല്ല ഉറക്കായില്ല. കട്ടൻ ചായ ഉണ്ട് നിങ്ങക്ക്? ഒയ്യടാ ഭയങ്കര ഉറക്കമുള്ള. ഇതും എന്നെ ഏപ്രിൽ ഫുള്ളാക്കാൻ വേണ്ടി അഭിനയിച്ചുള്ള ഉറക്കമാണോ? എൻ്റെ മനുഷ്യ മതി നിങ്ങളുടെ അഭിനയം. എനിക്കിതേ പ്രാന്ത് വരുന്നുണ്ട് കേട്ടാ. ഇത് കട്ടൻ ചായ കുടിച്ചേ, എനിക്ക് അടുക്കള വേറെ പണിയുണ്ട്. എന്തൊട്ട് നിങ്ങൾക്ക് ഇരുന്ന് കാണിക്കണേ? ചേട്ടൻ എഴുന്നിട്ട് ചായ കുടിച്ചേ. എൻ്റെ ചേട്ടൻ എഴുന്നിട്ട് ചായ കുടിക്കണ്ട. എനിക്ക് പ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു 100 കൂട്ട പണികളെ കിടക്കണെങ്കി. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മാളയ്ക്കൊക്കെ ഒന്ന് പോവാനായിട്ട്. ചേട്ടാ ചേട്ടാ ഈശ്വര. ചേട്ടാ 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 അയ്യോ ചേട്ടാ ചേട്ടാ അയ്യോ